അപ്പൊ തിരുവനന്തപുരത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാലയും അതിൽ പങ്കെടുക്കാൻ വന്ന അന്നാരാജ് ആണല്ലോ ഇപ്പൊ പലയിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ ആറ്റുകാലിൽ പൊങ്കാല നടന്നത്. ഒരുപാട് സെലിബ്രിറ്റീസ് അവിടേക്ക് പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പലരും കാലങ്ങളോളമായി അവിടെ പൊങ്കാല ഇടാൻ വരാറുമുണ്ട്. അത് വേറെ കാര്യം. ഇതൊക്കെ പണ്ട് മുതലേ നടക്കാറുള്ളതാണ്. ഇതിനു മുമ്പും ഒരുപാട് സെലിബ്രിറ്റീസ് ഇതേപോലെ ആറ്റുകാലിൽ പൊങ്കാല ഇടാൻ വന്നിട്ടുമുണ്ട്. പക്ഷെ അന്നൊന്നും ആരും അധികം അത് ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷെ ഈ മേഖലയിലേക്ക് നമ്മുടെ ചിപ്പി ചേച്ചിയുടെ കടന്നു വരവോടുകൂടി കാര്യങ്ങൾ അങ്ങോട്ട് മാറി. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചിപ്പി ചേച്ചി എല്ലാ കൊല്ലവും ആറ്റുകാലിൽ പൊങ്കാല ഇടാൻ വരും അല്ലെ. അന്നേരം ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം ചിപ്പി ചേച്ചിന് പിന്നാലെ അങ്ങോട്ട് കൂടും. ചിപ്പി ചേച്ചി പൊങ്കാല സമർപ്പിക്കാൻ വന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെയുള്ള ഫൂട്ടേജ് ഇവർ എടുത്തു വെക്കും. എന്നിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന് ചിപ്പി ചേച്ചിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഈ ഫൂട്ടേജുകളൊക്കെ പ്രചരിപ്പിക്കും. ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതെന്ന് ഓർക്കണം. അതോടെ വന്ന് ചിപ്പി ചേച്ചിക്ക് ഭയങ്കര മൈലേജ് ആയി. പിന്നെ എല്ലാ പൊങ്കാലക്കും മലയാളികൾ ചിപ്പി ചേച്ചിയെ കാത്തു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഒരു ആറ്റുകാൽ പൊങ്കാല സ്റ്റാർ തന്നെയായി നമ്മുടെ ചിപ്പി ചേച്ചി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതോടെ ഇവിടെയുള്ള പല സെലിബ്രിറ്റീസിനും കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? ആറ്റുകാൽ പൊങ്കാലയിൽ പോയി പങ്കെടുത്തു കഴിഞ്ഞാണെങ്കിൽ അത്യാവശ്യം പബ്ലിക് അറ്റൻഷൻ നേടിയെടുക്കാൻ പറ്റുന്നുള്ളത്. അതോടെ അതിനായി പല സെലിബ്രിറ്റീസും അങ്ങോട്ട് ഒഴുകിയെത്താൻ തുടങ്ങി. ജെനുവിനായി വരുന്ന പല സെലിബ്രിറ്റീസ് ഉണ്ട് കേട്ടോ, ഞാൻ അവരെ താഴ്ത്തി കിട്ടിയതല്ല. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പബ്ലിക് അറ്റൻഷന് വേണ്ടി പൊങ്കാല ഇടാൻ വരുന്ന ചില സെലിബ്രിറ്റീസ് ഉണ്ട്. അവരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. എന്താണ്, ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ പൊങ്കാല വേദിയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയതോടെ സ്വാഭാവികമായിട്ടും അവിടെ ഓൺലൈൻ മീഡിയക്കാരുടെ തിക്കും തിരക്കും കൂടാൻ തുടങ്ങി. അതോടെ ഈ ആറ്റുകാൽ പൊങ്കാല വേദി ഭക്തിയുടെ വേദി എന്നതിൽ നിന്ന് മാറി ഒരു പബ്ലിക് അറ്റൻഷൻ വേദിയിലേക്ക് എത്തി എന്നുള്ളതാണ്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല വേദിയിലേക്കുള്ള ചിപ്പി ചേച്ചിയുടെ പാർട്ടിസിപ്പേഷനെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ചിപ്പി ചേച്ചി ആറ്റുകാൽ പൊങ്കാല വേദിയിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇത്തവണ ചിപ്പി ചേച്ചി പൊങ്കാല ഇടാൻ വന്നപ്പോൾ ചിപ്പി ചേച്ചിന്റെ ഫാൻസും ചിപ്പി ചേച്ചിയെ കാണാൻ വേണ്ടി തടിച്ചു കൂടി എന്നുള്ളതാണ്. എന്തായാലും എവിടെ എത്തി ചിപ്പി ചേച്ചിന്റെ റേഞ്ച്, നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കി. എന്താലേ ചേച്ചിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരെ ഫാൻസ്. എല്ലാം ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്കിത് കാണുമ്പോൾ മറ്റേ ബർത്ത്ഡേ ദിവസങ്ങളിൽ ഷാറുഖ് ഖാൻ വീട്ടിന്റെ മുകളിൽ നിന്ന് ഫാൻസിനെ അഭിവാദ്യം ചെയ്യുന്ന രംഗാണ് ഓർമ്മ വരുന്നത്. അല്ല, അത്രക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ ചുമ്മാ ഒന്ന് തള്ളിയെന്നേ ഉള്ളൂ. കിടന്നോട്ടെ. എന്നാലും എന്ത് തന്നെയായാലും ചിപ്പി ചേച്ചി ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ചിപ്പി ചേച്ചിക്ക് പകരം ഇനി ചിപ്പി ചേച്ചി മാത്രമേ കാണൂ. ഏതൊക്കെ സെലിബ്രിറ്റീസ് പൊങ്കാലയ്ക്ക് വന്നാലും ചിപ്പി ചേച്ചിന്റെ സ്പേസ് അവിടെ തന്നെ ഒഴിഞ്ഞു കൊടുക്കും മക്കളെ. അതാണ് ചിപ്പി ചേച്ചിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ചിപ്പി ചേച്ചി ഇവിടുത്തെ നീലക്കൂലിനോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. പൊങ്കാലിനെ പറ്റിയിട്ട് രണ്ടു വാക്ക് മലയാളികൾക്കില്ല. അത് വെറുതെ നിങ്ങളെല്ലാരും കൂടെ അങ്ങനെ ആക്കല്ലേ പ്ലീസ്. ശരി, അതങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി അങ്ങനെയാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൊങ്കാലയാണോ പിന്നെ ചിപ്പി ചേച്ചിന് വിട്ടൊരു കളിയില്ല മക്കളെ. ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് പൊങ്കാല, അതാണ് നമ്മുടെ ചിപ്പി ചേച്ചി. എന്തായാലും ഇത്തവണയും ആറ്റുകാൽ പൊങ്കാലയിൽ വന്ന് പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ പൊങ്കാലയ്ക്ക് വേണ്ടി ചേച്ചി വരുന്ന സമയത്ത് തിക്കും തിരക്കൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചിപ്പി ചേച്ചി 4 ബ്ലാക്ക് ക്യാറ്റ്സിനൊക്കെ ഏർപ്പാടാക്കി വരുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. അല്ല, തിക്കിനും തിരക്കിനും ഇടയിൽ പെട്ട് ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാലെന്ന് ഓർത്ത് പറഞ്ഞു പോയതാണ്. എന്തായാലും ചിപ്പി ചേച്ചി വന്നു. ചിപ്പി ചേച്ചിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചിപ്പി ചേച്ചി തിരിച്ചു പോയി. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് പൊങ്കാലിടാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനു പറയുന്നു, നമ്മുടെ ബിഗ് ടിവിന്റെ സുജയ പാർവതി അടക്കം പൊങ്കാലിടാൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാര് പൊങ്കാലിടുന്ന സമയത്ത് ഓൺലൈൻ മീഡിയക്കാർ പകർത്തിയ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടോ. കുറെ സൂം ചെയ്ത് നോക്കി, പക്ഷെ കിട്ടിയില്ല അല്ലെ. എന്നാലും നീലക്കുയിലുകാരെ എവിടെ പോയാലും നീ നിന്റെ പ്രൊഫഷണാലിസം കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. ഏത് പെണ്ണിനെ കണ്ടാലും ബ്രസ്റ്റിന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് സൂം ചെയ്തോളാം കേട്ടോ. അതിന് മാത്രം ഒരു കുറവ് വരുത്തരുത്. വെറുതെ അല്ലേ നിന്നെ തല്ലാൻ വേണ്ടി ഇവിടെ ആൾക്കാർ നടക്കുന്നത്. ഇതൊക്കെയല്ലേ നിന്റെ കയ്യിലിരിപ്പ് എന്ന് പറയുന്നത്. എന്നാലും ഇന്നലെ ഇതൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ സുജയ പാർവതിയെ പോലെ ചിപ്പി ചേച്ചിയെ പോലെ ഒരുപാട് സെലിബ്രിറ്റീസ് പൊങ്കാലിടാൻ വന്നപ്പോൾ ഈ നീലക്കുയിലുകാരെ പോലുള്ള ആളുകളുടെ പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ പൊങ്കാലിടുന്ന സമയത്ത് ഈ കുനിഞ്ഞു നിൽക്കണമല്ലോ. കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പെണ്ണുങ്ങളുടെ ക്ലീവേജ് കാണുമല്ലോ. അപ്പൊ ഈ ക്ലീവേജ് കാണുന്ന സമയത്ത് വ്യക്തികൾ ചെയ്യുന്ന പരിപാടി എന്താണ്, ആ ക്ലീവേജിന് അങ്ങോട്ട് സൂം ആയിട്ട് ക്ലിപ്പ് എടുക്കും. എന്നിട്ട് അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിപ്പിക്കും. ഒടുക്കത്ത് റീച്ച് ആയിരിക്കും മക്കളെ. അതിനു വേണ്ടിയാണ് ഈ പറയുന്ന നീലക്കൂല അടക്കമുള്ള ആളുകൾ ക്യാമറയും പൊക്കി പിടിച്ച് ഈ പറയുന്ന പൊങ്കാല വേദിയിലേക്ക് വരുന്നത്. ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ എത്രാമത്തെ പൊങ്കാല ചേച്ചി? ഞാനങ്ങനെ എണ്ണം വെച്ചിട്ടില്ല കേട്ടോ. ഞാനൊരു 7 സെന്റിലാണ് എന്റെ ആദ്യത്തെ പൊങ്കാല സ്വന്തമായിട്ട് ഇടുന്നത്.
അതെ, ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും നീലക്കൂലുകാരന് നെഞ്ചത്തൊരു പൊങ്കാലിടേണ്ടി വരും. അല്ല, അങ്ങനെ അവൻ ഓടി നടന്ന് കണ്ട സെലിബ്രിറ്റീസിനൊക്കെ ക്ലീവേജ് പിടുത്തം നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പം കണ്ട ആളെ മനസ്സിലായല്ലോ, സൗഭാഗ്യ വെങ്കടേഷാണ്. സുജയ പാർവതിയുടെ അടുത്ത് പോയ പോലെ തന്നെ സൗഭാഗ്യ വെങ്കടേഷിന്റെ അടുത്തേക്കും ക്ലീവേജ് എടുക്കാൻ പോയതായിരുന്നു നമ്മുടെ നീലക്കൂലുകാരൻ. പക്ഷെ എന്തോ വിചാരിച്ച പോലെ സാധനം കിട്ടിയില്ല. അവിടെയും നിരാശനായി മടങ്ങേണ്ടി വന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും നീലക്കൂല് തളർന്നില്ല കേട്ടോ. തളരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും തളരൂല. കിട്ടേണ്ടത് കിട്ടിയിട്ട് അവർക്ക് ഇവിടുന്ന് പോവുള്ളൂ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ നേരെ പോയത് മീരാനിന്റെ അടുത്തേക്കാണ്. ഇനി അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇത് ചേച്ചിയുടെ എത്രാമത്തെ പൊങ്കാലയാണ്? ഈ ഓർമ്മ വെച്ച കാലം തൊട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ഇതെന്റെ വീട് തന്നെയാണല്ലോ. എന്റെ വീട് ആറ്റുകാലായോണ്ട് ഇതെന്റെ പാരന്റൽ വീടാണ്. സോ എനിക്കൊന്ന് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇടുന്നുണ്ട് പൊങ്കാല. സോ എത്രാമത്തെ പൊങ്കാലയാണ് ചോദിച്ചാൽ പെട്ടു നമ്മള്. പിന്നെ കിട്ടി മീരാനിലെങ്കിലും മീരാനിൽ ഇവർ ഉദ്ദേശിച്ച സാധനം എന്താണ്, അത് മീരാനിന്റെ അടുത്തുനിന്ന് കിട്ടി. നമ്മുടെ നീലക്കുയില് ചേട്ടന് സംതൃപ്തിയായി മക്കളെ. എത്ര ആൾക്കാരുടെ അടുത്തുനിന്ന് കയറി ഇറങ്ങിയിട്ടാണെന്ന് അറിയോ ഇങ്ങനത്തെ ഉദ്ദേശിച്ച ഒരു സാധനം കിട്ടിയത്? ക്ലീവേജും വയറും എല്ലാം കിട്ടേണ്ട പോലെ കിട്ടി മക്കളെ. എന്തായാലും ബാക്കി കണ്ടോക്കാം. ഞാൻ ഏത് കോലത്തിലാണെന്ന് എനിക്ക് നമുക്ക് പിന്നെ ഇത് നിത്യ തൊഴിൽ അഭ്യാസമാണ്. അതെ, നീലക്കൂലി ചേട്ടനും ഇതൊരു നിത്യതൊഴിൽ അഭ്യാസമാണ്. എന്ത് കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ ചെന്നുള്ള ക്ലീവേജ് പിടുത്തമേ. എന്തായാലും മീരാനിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് പാവം തോന്നുന്നുണ്ട്. പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പൊരി വെയിലും പുകയും കൊണ്ട് എങ്ങനെയൊക്കെയോ പൊങ്കാല ഇട്ട് പോവാന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പുള്ളിക്കാർ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ വയറ് കാണുന്നുണ്ടോ ക്ലീവേജ് കാണുന്നുണ്ടോ എന്നൊന്നും പുള്ളിക്കാർ ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെയും പണി തീർക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. അങ്ങനെ ആ രീതിയിൽ പണി എടുക്കുന്നതിന്റെ ഇടക്കാണ് ഈ നീലക്കൂലാർ കയറി വരുന്നതും ആ തക്ക നോക്കി ക്ലീവേജ് കൊടുത്ത് നടത്തുന്നതും. ഇപ്പൊ എല്ലാവർക്കും 24 മണിക്കൂറും തന്നെ ക്ലീവേജ് കാണുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കാൻ പറ്റൂലല്ലോ. ഒട്ടുമിക്ക ആളുകളും ഈ പൊരുവേലത്ത് എങ്ങനെയെങ്കിലും പണി തീർത്ത് വീട്ടിൽ പോകാനായിരിക്കും ചിന്തിക്കുക. അത് തന്നെയാണ് ഇത്തരം നീലക്കൂല് പോലുള്ള ഓൺലൈൻ മീഡിയക്കാരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും. എന്നാലും കുറെയൊക്കെ ആളുകൾ ക്ലീവേജ് മറക്കാൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതിൽപ്പെട്ട ഒരാളുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ നീലക്കൂലുകാരൻ ക്യാമറയും പൊക്കി മുന്നിൽ വന്ന് നിന്നപ്പോൾ തന്നെ അവളുടെ അമ്മക്ക് മനസ്സിലായി ഇവന് ക്ലീവേജ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ളത്. അത് മനസ്സിലാക്കി അവളുടെ അമ്മ കൃത്യമായിട്ട് മാരണ്ടത്തിൽ മുണ്ടിട്ട് കൊടുത്ത്. അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം. എന്തായാലും ക്ലീവേജ് പിടിക്കാൻ പോയ നീലക്കൂലണ്ണൻ ചമ്മി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഞാൻ ആലോചിക്കണം അതല്ലേ, ഈ നീലക്കൂലണ്ണന് ജെറ്റ് എടുത്തിട്ടാണോ പൊങ്കാല വീതിയിലേക്ക് പോയത്? അല്ല, ഓടി നടന്ന് ഫൂട്ടേജ് എടുക്കുന്നുണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഇതിനെല്ലാം ഇടയിൽ ഒരാളും കൂടി ഇതിനിടയിൽ പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത് ആരാണെന്നല്ലേ നിങ്ങളതിനൊന്ന് കണ്ടോക്കി. ദിവസവും സമയവും ആണ് ആറ്റുകാൽ പൊങ്കാലയിലെ സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കാതെ വന്നത്. നമ്മൾ പുരുഷന്മാർക്ക് ശബരിമലയിൽ അല്ല, ആരിത്? നമ്മുടെ ആസിത്താത്തല്ലത്. സോറി, ഇപ്പത്തെ പേര് നിളാ നമ്പ്യാർ എന്നാണല്ലോ അല്ലെ. പക്ഷെ പേരെന്തൊക്കെ മാറ്റിയാലും നിങ്ങൾ നമ്മളെ ആസിത്താത്തന്നാണ് കേട്ടോ. എല്ലാ ആസിത്താത്ത നിങ്ങൾക്ക് നോമ്പൊന്നില്ലേ? ആറ്റുകാൽ പൊങ്കാലായിട്ട് നിങ്ങളവിടെ ചന്ദനക്കുറി മരിച്ച് കുത്തിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ എന്തോ പുതിയ വെബ് സീരീസ് ഒക്കെ ഇറങ്ങിയതായിട്ട് നമ്മൾ അറിഞ്ഞു കേട്ടോ. നിങ്ങൾ അതിൽ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും ഇത്രയും നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ച വെച്ചതല്ലേ, തത്തക്ക് നല്ല ക്ഷീണം കാണും. ആ മുഖം കണ്ടാൽ തന്നെ മനസ്സിലായിക്കൂടെ തത്ത ക്ഷീണിച്ചിരിക്കുകയാണെന്ന്. എന്തായാലും ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ആയിരിക്കും അല്ലേ പൊങ്കാല വേദിയിലേക്ക് വന്നത്. എന്തായാലും നടക്കട്ടെ, വേഗം നന്നായി ക്ഷീണം മാറ്റിക്കാട്ടെ. ഇനിയും പെർഫോം ചെയ്യാനുള്ളതാണ് ആസിത്താത്തക്ക്. എനിവേ, ഇപ്പൊ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസിനെ കണ്ടു അല്ലെ. പക്ഷെ ഈ പൊങ്കാല വേദിയിൽ അവരെല്ലാം ഒന്നുമല്ലാതാക്കിയ ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, ഉദ്ഘാടനം സ്റ്റാർ വൺ ആൻഡ് ഓൺലി അന്ന രാജൻ അഥവാ ലിച്ചി ചേച്ചി. ഇത്തവണ ചിപ്പി ചേച്ചിയെ പോലും ലിച്ചി ചേച്ചി കടത്തി വെട്ടിയെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമ്മൾ ലിച്ചി ചേച്ചി പൊങ്കാല ഇടുന്നത് അതൊന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. ഞാനത് പറഞ്ഞറിയിക്കുന്നതിലും ഭേദം നിങ്ങളെന്നെ ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോളി.
എന്തായാലും ആദ്യം ലോങ് ഷോട്ടിൽ ഒരു ക്ലിപ്പ് എടുത്ത് ലിച്ചി ചേച്ചി മൊത്തത്തിൽ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ക്ലീവേജ് അങ്ങോട്ട് സൂം ചെയ്തെടുത്ത്, പ്രത്യേകിച്ച് ലിച്ചി ചേച്ചി കുനിയുന്ന സമയം നോക്കി കറക്റ്റ് അത് സൂം ചെയ്തെടുത്ത് എന്നുള്ളതാണ് ഈ നീലക്കുയിലുകാരൻ ഒരു സംഭവം തന്നെ അല്ലേ. എന്ത് കറക്റ്റ് ആയിട്ടാണ് കൃത്യസമയത്ത് സൂം ചെയ്ത് ക്ലീവേജ് കവർ ചെയ്തത്. ഇനി ഇതൊന്നല്ല കേട്ടോ, വേറൊരു ആംഗിളിൽ സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട് മക്കളെ. കൺട്രോൾ പോയി പോകും. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കി. എങ്ങനെ പോയി ഈ ആംഗിളൊക്കെ സംഭവം എടുത്ത് വെക്കാൻ പറ്റുന്നത്? ക്യാമറാമാനെ സമ്മതിച്ചെന്ന് കേട്ടോ. വീഡിയോ എടുത്തവന് എവിടെ ഏത് ആംഗിളിൽ സാധനം വെക്കണം എന്നുള്ളത് നല്ലോണം അറിയാം. എന്തായാലും ക്യാമറാമാന് നല്ല പണി അറിഞ്ഞവരാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ലിച്ചി ചേച്ചി ആദ്യമായിട്ടാണ് ഇന്നലെ പൊങ്കാല വേദിയിലേക്ക് കടന്നു വന്നത്. അങ്ങനെ കടന്നു വന്ന വർഷം തന്നെ ലിച്ചി ചേച്ചി ഓൺലൈൻ മീഡിയകളിൽ നിറഞ്ഞു നിന്നുള്ളതാണ്. ഇന്നലെ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എവിടെ നോക്കിയാലും ലിച്ചി ചേച്ചി ആയിരുന്നു. നമ്മുടെ ചിപ്പി ചേച്ചിനെ പോലും കടത്തി വെട്ടുന്ന ലെവലായിരുന്നു ഇന്നലെ ലിച്ചി ചേച്ചിന്റെ പെർഫോമൻസ്. എന്തായാലും ഇന്നലെ ഓൺലൈൻ മീഡിയക്കാർക്ക് വേണ്ട വക ലിച്ചി ചേച്ചി നല്ലോണം കരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലിച്ചി ചേച്ചിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഇന്നലെ ഓൺലൈൻ മീഡിയക്കാർക്കൊക്കെ നല്ല കോളായിരുന്നു മക്കളെ. എന്തായാലും ഇങ്ങനെ പോവാണെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിലും ലിച്ചി ചേച്ചി തന്നെ പൊങ്കാല തൂക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇന്നലെ ലിച്ചി ചേച്ചിയെ വിമർശിച്ചുകൊണ്ടും ഒരുപാട് വീഡിയോകൾ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. അങ്ങനെ ലിച്ചി ചേച്ചിയെ വിമർശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രത്യേകിച്ച് വിമർശിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവരുടെയൊക്കെ പിന്നാലെ മണപ്പിച്ചു പോകാൻ ഇവിടെ ഓൺലൈൻ മീഡിയക്കാരുള്ളിടത്തോളം കാലം ഇതൊക്കെ ഇവിടെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ലിച്ചി ചേച്ചി സംബന്ധിച്ചിടത്തോളം ഇവിടെ മലയാളികൾക്ക് എന്താണോ വേണ്ടത് അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിനനുസരിച്ച് അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ആ ചെയ്തതിനനുസരിച്ചുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുമുണ്ട്. ഇനിയും മുന്നോട്ട് അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. വെറുതെ വിമർശിച്ചിട്ട് നമ്മുടെ വായിൽ വെള്ളം പറ്റാന്നല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അവരവരുടെ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി അത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഏക വഴിയുള്ളൂ, ഇവിടുത്തെ ഓൺലൈൻ മീഡിയക്കാരെ അങ്ങോട്ട് ബാൻ ചെയ്യുക. അതോടെ ഈ പരിപാടി അങ്ങോട്ട് നിന്നോളൂ. എല്ലാത്തോടത്തോളം കാലം ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലാണ്ട് ഇപ്പൊ എന്താ ഇതിനൊക്കെ പറയാം. എന്തായാലും ഇത്രയും ആയി ചിതിക്കി ഈ പൊങ്കാല വേദിയിൽ ലിച്ചി ചേച്ചി സൂം ചെയ്യുന്നതിന്റെ അടുക്ക് ആ അടുപ്പെങ്കിലും ഒന്ന് എടുക്കുക കാണിക്കായിരുന്നു ഓൺലൈൻ മീഡിയക്കാർക്ക്. അല്ലാതെ പൊങ്കാല വേദിയാണെന്ന് കാണുന്നവർക്ക് തോന്നണ്ടേ, അതുകൊണ്ടാണ്. എന്തായാലും ഇനിയും ഉണ്ട് കേട്ടോ പൊങ്കാല വേദിയിൽ പങ്കെടുക്കാൻ വന്ന ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഫുട്ടേജ്. ഞാൻ എല്ലാവരും കൂടി വലിച്ചു നീട്ടി കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ മൊത്തത്തിൽ കൺക്ലൂഷനായി ഒരു കാര്യം മാത്രമേ പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ പോലെ ശരീര ഭംഗി കാണിച്ച് ജനശ്രദ്ധ പിടിച്ചു പറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അവരുടെ പിന്നാലെ പോകുന്നതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കുറ്റം പറയാനില്ല. എന്ത് പറയാനാണ് അതിനൊക്കെ. പക്ഷെ അതല്ലാത്തൊരു വിഭാഗം ആൾക്കാരുണ്ട്. ഞാൻ വീഡിയോയിൽ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ മീര അനിലിനെ പോലുള്ള ആൾക്കാർ, അതായത് എങ്ങനെയെങ്കിലും പരിപാടി തീർത്ത് വീട്ടിലേക്ക് പോകണമെന്ന് ചിന്തിച്ച് ഈ വസ്ത്രം മാറുന്നതോ ക്ലീവേജ് കാണുന്നതോ ഒന്നും ശ്രദ്ധിക്കാതെ പണിയെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെയും കൂടി ക്ലീവേജ് പിടുത്ത് നടത്തുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ മിസ് കേരള ബോഡി ബിൽഡർ ആയിട്ടുള്ള ആരതിയുടെ ഒരു വീഡിയോ ഈ അടുത്ത കാലത്ത് എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. പുള്ളിക്കാരി ഒരു ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൊളാബിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു ഡ്രസ്സായിരുന്നു പുള്ളിക്കാരി ധരിച്ചിരുന്നത്. ആ വേദിയിൽ വെച്ച് പുള്ളിക്കാരുടെ ബോഡി ഷോ പെർഫോമൻസും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിന്റെ ഫോട്ടോസ് എഴുതി കൊടുക്കാം. എന്തായാലും ഈ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് എന്തോ ചെരുപ്പ് ഇടുന്നതിന്റെ അടുക്ക് ഇതേപോലെ ആരതിയുടെ എന്തോ ക്ലീവേജ് എന്തോ കണ്ട് അത് ഈ പറയുന്ന നീലക്കൂൽ അടക്കമുള്ള പല ഓൺലൈൻ മീഡിയക്കാരും എന്താക്കി പകർത്തിയിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തു. അതിന് ഭയങ്കര റീച്ചും കിട്ടി. ആരതിക്കാണെങ്കിൽ പൂര തെരുവിളിയും വരാൻ തുടങ്ങി. അതവരെ മാനസികമായിട്ട് ബാധിക്കാനും തുടങ്ങി. അങ്ങനെ ഈ പറയുന്ന ആരതി എന്താക്കി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ ആരതി എന്താണ് പറയണം എന്നുള്ളത് കേട്ട് നോക്കി. കുറച്ച് ലെങ്ത് ഉണ്ട്, പക്ഷെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഫുൾ ഇട്ട് കാണിക്കുന്നത്. നിങ്ങൾ എന്തായാലും ആരതിക്ക് പറയാനുള്ള കാര്യം ഒന്ന് കേട്ട് നോക്കി. നമ്മൾക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് നമുക്ക് ഒരേ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സ്ലിറ്റ് ഉണ്ടെങ്കിൽ സ്ലിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് നോക്കണം. അല്ലെങ്കിൽ ഡീപ്പ് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നെക്ക് നമ്മളൊന്ന് കുനിയോ തിരിയോ ചെയ്ത് കഴിഞ്ഞാൽ അതെവിടേക്ക് പോകണമെന്ന് ചിന്തിക്കണം. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോകുന്ന ചില സമയങ്ങളുണ്ട്. എപ്പോഴും നമുക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാത്ത നേരങ്ങൾ. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടിരുന്നതിൽ ഞാനെന്തോ ഷോ, അതായത് പോസിങ് കഴിഞ്ഞിട്ട് തിരികെ വന്ന് ചെരുപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെരുപ്പിടുന്നതിൽ ഫോക്കസ് ചെയ്തേക്കുവാണ്. എൻ്റെ സ്ലിറ്റ് ആ ടൈമിൽ കറക്റ്റായിട്ട് പിടിച്ചു വെക്കുന്നതിൽ ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ നെക്ക്, അല്ലെങ്കിൽ അത് കുറച്ച് ഡീപ്പ് നെക്ക് ആയിരുന്നു, അതിനെപ്പറ്റി ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ചെരുപ്പിട്ടുകൊണ്ടിരുന്ന അത്രയും സമയം ഇത് ഫുൾ ഫോക്കസിൽ ക്ലോസപ്പിൽ എത്രത്തോളം കവർ ചെയ്യാമോ അത്രത്തോളം കവർ ചെയ്ത് പല മീഡിയാസും അതെടുത്ത് ഇടുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനിത് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്ത് നോക്കാറില്ല. പക്ഷേ ഇത് കാണുന്ന പലരും എനിക്ക് എടുത്ത് അയച്ചു തരികയാണ്, ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാകുന്നത്. അപ്പം ഇതിപ്പം ഞാൻ മാത്രമല്ല, ഇപ്പം എനിക്ക് എൻ്റെ അമ്മ കാണുന്നുണ്ട്, എൻ്റെ കുടുംബക്കാർ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ മേ ബി ഇത് തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് വളരെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അമ്മയ്ക്കറിയാം ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ അല്ല എന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം.
ഉറപ്പായും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണെന്നും അമ്മയ്ക്ക് മനസ്സിലാവും. കാരണം പലപ്പോഴും അമ്മയും കൂടെ ഉണ്ടായിരുന്ന പല പ്രോഗ്രാംസിലും ഇതേ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ലാസ്റ്റ് മൊമെന്റിലായിരിക്കും നമുക്ക് ഇത് ഇത്രയും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രസ്സാണ് എന്ന് മനസ്സിലാവുകയും ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ടേപ്പ് ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ആ ടേപ്പ് നമ്മൾ വേർക്കുന്ന സമയത്ത് അത് ഇളകി വീണ്ടും പോകുന്നു. വീണ്ടും ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് പല വീഡിയോസും പിടിച്ച് ഇങ്ങനെ വെക്കുന്ന ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ എൻ്റെ അമ്മയ്ക്ക് മിക്കവാറും ഇങ്ങനെ ഒരു അവസ്ഥ മനസ്സിലാവും. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുണ്ട്, അതായത് നമ്മൾ എപ്പോഴാണ് ഒന്ന് താഴേക്ക് വീഴുക അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാൻ ഒരു അവസരം നോക്കി നടക്കുന്ന പല ആൾക്കാർക്കും ഇതൊരു ആഘോഷമായിരിക്കും. തീർച്ചയായിട്ടും അത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇപ്പം നേരിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. ഞാൻ എൻ്റെതായ ഒരു ലോകത്ത് വളരെ സമാധാനമായിട്ട് തനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ അമ്മയെ സംബന്ധിച്ചോളം ഒരു കുടുംബത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരാളാണ്, ഇങ്ങനെയുള്ള മറ്റാൾക്കാരുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അവർക്കൊക്കെ ഇത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഈ കാര്യം ഞാൻ ഇന്നൊരു പ്രോഗ്രാമിന് പോയി വന്നപ്പോൾ എല്ലാ മീഡിയസിനോട് ഞാൻ പറഞ്ഞു, ദയവ് ഇത് എന്നെ അങ്ങനെ ഒരു കാറ്റഗറിയിലോട്ട് പെടുത്തല്ല, ഞാൻ അങ്ങനെ ഒരാളല്ല, എനിക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമേ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബോഡി കാണിക്കുക അല്ലെ ബോഡി ഷോ കാണിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ആർട്ട് ഫോമാണ്. അത് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും ഒരു സെക്ഷലൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്നെ ഒബ്ജക്ടിഫൈ ചെയ്യാത്ത, പക്ഷെ അതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഈ പ്രോഗ്രാമിന് പോവുക എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ ഒന്ന് സെറ്റിലായി സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണിത്. കാര്യം ഈ വല്ലപ്പോഴും ഉള്ള ഒരു അണിഞ്ഞൊഴുങ്ങി പോക്കാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ ഇങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഞാനിത് പറഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ഈ പ്രോഗ്രാമിന്റെ കുറേ വീഡിയോസ് പുറത്തു വന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രോഗ്രാമിൽ എത്രത്തോളമാണോ മോശമായത് അതിന്റെ ഒരു 100 ഇരട്ടി മോശമായിട്ടുള്ള വീഡിയോസാണിത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്കറിയില്ല ഞാനിനിയിപ്പോൾ ഇത് എങ്ങനെ എന്താ പറയുക, ഇത് എത്ര പേരുടെ കയ്യിൽ ഇതുപോലുള്ള വീഡിയോസ് ഉണ്ട്, ഇവരിതുകൊണ്ടൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്, എത്ര ഇടങ്ങളിൽ ഇവരിതെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും എനിക്ക് അറിയില്ല. ഞാനിനി എങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നറിയില്ല, ഇതൊക്കെ എങ്ങനെ എന്താ പറയാ ഐ ഡോണ്ട് നോ. ഇത്രയും ഒക്കെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി ജീവിക്കാൻ പേടിയാവുകയാണ്. എനിക്ക് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചാലോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണ്. പക്ഷെ നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, അതായത് ഞാൻ എവിടുന്നാണോ വന്നേ അവിടേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ എങ്ങനെയും കടിച്ചു തൂങ്ങി നിൽക്കാൻ നോക്കുന്നത്. ദയവ് ഇത് എന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കില്ലേ. ഓക്കെ, അതാണ് നിവർത്തികേടുകൊണ്ടാണ് ആരതിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് അല്ലേ. ഇവിടെ ആരതി പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ സെറ്റിൽ ആയി കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഒഴിവാക്കുന്ന ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഉദ്ഘാടനത്തിന് പോകുന്നതായിരിക്കും എന്നുള്ളത്. കാരണം ഓരോ ഉദ്ഘാടന വേദിയിലേക്കും പോകുന്നത് അവർക്ക് അത്രയും സമ്മർദ്ദം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണ്, ഇങ്ങനെ ഉദ്ഘാടന വേദിയിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് കൊളാബിന് കിട്ടുന്ന ഡ്രസ്സുകളായിരിക്കും ധരിക്കേണ്ടി വരിക. അത് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ആയിരിക്കില്ല. അത് ഒന്നാമത്തെ കാര്യം. നമുക്ക് ഇഷ്ടമില്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു വേദിയിലേക്ക് പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. അത് അനുഭവിച്ചവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആ വേദിയിൽ ഒരുപാട് ഓൺലൈൻ മീഡിയക്കാരുണ്ടാകും. അവരുടെയൊക്കെ മുന്നിൽ തന്റെ ക്ലീവേജ് എക്സ്പോസ്ഡ് ആകുമോ എന്നുള്ള അടുത്ത പേടി. ഇതെല്ലാം കൂടെ ആയിട്ടാണ് ഇവർക്ക് ഇങ്ങനെ ഉദ്ഘാടന വേദികളിൽ പങ്കെടുക്കേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചേക്കാം, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉദ്ഘാടനത്തിന് പങ്കെടുക്കണോ, ഇത് ഒഴിവാക്കി കൂടായിരുന്നു എന്നുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒഴിവാക്കണമെന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ സെറ്റിലായി കഴിഞ്ഞാണെങ്കിൽ ആദ്യം ചെയ്യുന്ന പരിപാടി ഉദ്ഘാടനം ഒഴിവാക്കുന്നതായിരിക്കും എന്നുള്ളത് ആരതി തുറന്നു പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാകും, ഇവർക്ക് മുന്നോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് വരുമാന മാർഗം. അപ്പൊ ഇതൊക്കെ സഹിച്ചും പിടിച്ചും കൊണ്ട് ഇത്തരം വേദികളിൽ പങ്കെടുക്കുക തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ചെയ്യാനില്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും ഈ ഓൺലൈൻ മീഡിയക്കാർ നാറിയ പരിപാടി കാണിക്കുമ്പോൾ അതെല്ലാവരും ഒരുപോലെ എടുത്തോളണമെന്നില്ല. അതുകൊണ്ട് എനിക്കിവിടെ പറയാനുള്ളത്, ഇവിടെ ഓൺലൈൻ മീഡിയക്കാർക്ക് കൂച്ചുവിലങ്ങ് ഇടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ നെ പോലുള്ള ആളുകളുടെ പിന്നാലെ പോയിക്കോളൂ. അവര് ക്ലീവേജ് കാണിക്കണമെന്നും എക്സ്പോസ് ചെയ്യണമെന്നും ആഗ്രഹിച്ച് നടക്കുന്ന സ്ത്രീയാണ്. അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ പിന്നാലെ പോയിക്കോളൂ, അവരുടെ വീഡിയോ പിടിച്ചോളൂ, എന്നിട്ട് പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുത്തോളൂ, യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും അല്ലാത്ത ആരതിയെ പോലെ ചിന്തിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് അവരെ പോലുള്ള ആളുകൾ ഒരു വേദിയിൽ പോയി കുനിയുമ്പോഴേക്കും ക്ലീവേജ് സൂം ചെയ്തെടുത്ത് ഇങ്ങനെ പബ്ലിക്കിന് മുന്നിൽ പിച്ച് ചീന്താൻ വേണ്ടി അവർ ഇട്ട് കൊടുക്കരുത്. ഇതിനൊക്കെ ചെറ്റത്തരം എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.